ഇത് ഒരുപാട് ദൂരെ നടന്നതാണ്. മെറാക്കസ് എന്നൊരു രാജ്യത്തെ മേബലിൻ എന്നൊരു രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നു. 2 കുട്ടികളായിരുന്നു മേബലിന്, രാജകുമാരൻ സ്റ്റുവർട്ട്, പിന്നെ രാജകുമാരി ലില്ലി. മേബലിൻ ഇപ്പോൾ ഒരുപാട് വയസ്സായി. ഒരിക്കൽ അദ്ദേഹം തന്റെ മകനെയും പിന്നെ രാജ്യത്തിന്റെ മഹാമന്ത്രിയെയും വിളിച്ചു വരുത്തി. സ്റ്റുവർട്ട്, നമ്മുടെ പുത്ര, നമുക്ക് വയസ്സായി. ഈ നാടിന്റെയും കുടുംബത്തിന്റെയും കടമ നിന്റെ യുവത്വത്തിന് ഞാൻ വിട്ടുതരികയാണ്. ഞാൻ യുവാവായിരിക്കുമ്പോൾ ലിയോ നാടിന്റെ രാജാവിന്റെ മകളെ നിനക്ക് വേണ്ടിയും പിന്നെ മകനെ നിന്റെ അനുജത്തിക്കും വിവാഹം കഴിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. ലിയോൺസ് രാജാവ് ഇത് മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ലിയോൺ നാട്ടിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞ കാര്യം നീ ഒന്ന് ഓർമ്മിപ്പിക്കേ. നിന്റെ കൂടെ ഒരു പടനായകനെയും കൊണ്ടുപോകൂ. അടുത്ത ദിവസം സ്റ്റുവർട്ട് ലിയോണസ് രാജ്യത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തു. സ്റ്റുവർട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ മഹാമന്ത്രി അവനോട് ഇങ്ങനെ പറഞ്ഞു. നോക്കൂ മകനെ, ഞാൻ നിനക്കൊന്ന് തരാൻ ആഗ്രഹിക്കുന്നു. വയസ്സായ മഹാമന്ത്രി സ്റ്റുവർട്ടിന്റെ കയ്യിൽ ഒരു കമ്പം കൊടുത്തു. ഇത് മാന്ത്രിക കമ്പാണ്. നീ പറഞ്ഞാൽ ഇത് ആരെ വേണമെങ്കിലും പോയി അടിക്കും. ഇതും നീ കൊണ്ടുപോയിക്കോളൂ. പ്രശ്നം വന്നാൽ ഇത് നിന്നെ ഉറപ്പായും സഹായിക്കും. സ്റ്റുവർട്ട് തന്നോടൊപ്പം ഒരു സേവകനെയും കൂട്ടി ലിയോണസ് രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ രാജകുമാരൻ സ്റ്റുവർട്ടിനോട് സേവകൻ ഇങ്ങനെ ചോദിച്ചു. രാജകുമാര, താങ്കൾ ലിയോൺ രാജ്യത്തിലേക്ക് എന്തിനു പോകുന്നെന്ന് പറയാമോ? വർഷങ്ങൾക്ക് മുൻപ് ലിയോൺ നാടിന്റെ രാജാവിന്റെ മകളെ എനിക്ക് വേണ്ടിയും പിന്നെ അദ്ദേഹത്തിന്റെ മകനെ എന്റെ അനുജത്തിക്ക് വേണ്ടിയുമെന്നും പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഞാൻ പോകുക. ഇത് കേട്ടതും സേവകന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. ലിയോൺസിലെ രാജാവ് രാജകുമാരൻ സ്റ്റുവർട്ടിനെ ഇതുവരെ അദ്ദേഹം കണ്ടിട്ടേയില്ല. ഒരുപക്ഷെ ഞാൻ തന്നെ രാജാവായി അവിടേക്ക് പോയാൽ ആ നാടിന്റെ രാജാവ് കണ്ടുപിടിക്കുകയേയില്ല. എനിക്ക് അവിടെയുള്ള രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പറ്റും. ഒരുപാട് സമയം ഇങ്ങനെ തന്നെ പോയപ്പോൾ സ്റ്റുവർട്ടിന് ഒരുപാട് വിശന്നു. സ്റ്റുവർട്ട് സേവകനോട് ഇങ്ങനെ പറഞ്ഞു. സമീപത്ത് എവിടെയെങ്കിലും നോക്കൂ. ഏതെങ്കിലും മരത്തിൽ പഴങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരൂ. അതുവരെ ഞാൻ വിശ്രമിക്കാം. പഴങ്ങൾ ഞാനല്ല, താങ്കൾ എടുത്തുകൊണ്ടുവരൂ. കൊട്ടാരത്തിൽ താങ്കളെ ഞാൻ എത്രത്തോളം സേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് എന്നെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. പോകൂ, കുതിരയിൽ നിന്നും ഇറങ്ങി എനിക്ക് വേണ്ടി പഴങ്ങൾ എടുത്തുകൊണ്ടുവരൂ. ഞാനും ഒന്ന് വിശ്രമിക്കട്ടെ. രാജകുമാരൻ ശാരീരികമായി ആ സേവകനേക്കാൾ ബലഹീനനായിരുന്നു. പാവം സ്റ്റുവർട്ടിന് ആ സേവകൻ പറയുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വന്നു. രാജകുമാരൻ സ്റ്റുവർട്ട് പഴങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ മഹാമന്ത്രി അവന് കൊടുത്ത ആ മാന്ത്രിക കമ്പ് തന്നോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി മറന്നുപോയി. അതിനുശേഷം കൃത്യസമയം നോക്കി ആ സേവകൻ ആ മാന്ത്രിക വടിയും മുടിച്ചു. ഇവൻ എത്ര വലിയ മണ്ടനാ! ഇപ്പോൾ അവന്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഇവനെ വെച്ച് ഇനി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഇവന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങിച്ച് ഞാൻ അതെടുത്തിട്ട് രാജകുമാരനായി മാറാൻ പോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം സ്റ്റുവർട്ട് പഴങ്ങളുമായി തിരിച്ചു വന്നപ്പോൾ സേവകൻ രാജകുമാരനോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ നല്ല വസ്ത്രങ്ങൾ എനിക്ക് തരൂ. ഈ സാധാരണ തുണി നീ ഇട്. സേവകൻ രാജകുമാരന്റെ വസ്ത്രങ്ങളും അണിഞ്ഞ് രാജകുമാരന്റെ കുതിരയുടെ മുകളിൽ കയറി അവിടെ നിന്നും പുറപ്പെട്ടു. അതുപോലെ രാജകുമാരൻ സ്റ്റുവർട്ട് ഒരു സേവകനെ പോലെ അയാളുടെ പിന്നിലും നടന്നുകൊണ്ടേ വന്നു. കുറച്ചു ദൂരം പോയതിനു ശേഷം ഒരു സ്ഥലത്തിൽ ചെളിയുണ്ടായിരുന്നു. രാജകുമാരൻ സ്റ്റുവർട്ട്, നിങ്ങൾ എൻ്റെ വസ്ത്രങ്ങൾ ഇട്ടത് നന്നായി. എന്നിട്ട് പോലും നിന്നെയാണ് രാജകുമാരനായി തോന്നുന്നത്. നിന്റെ തുണിയിൽ കുറച്ച് അഴുക്ക് തേച്ചോ നീ. നിന്നെ കാണാൻ ദരിദ്രനെ പോലെ തോന്നണം. അവിടെ കുറച്ച് ചേറുണ്ട്, ആ ചേറിൽ പോയി നീ ഒന്ന് ഉരുള്. ഇങ്ങനെ ആ സേവകൻ രാജകുമാരൻ സ്റ്റുവർട്ടിനെ വീണ്ടും വൃത്തികേടാക്കി. അവർ രണ്ടുപേരും ലിയോണസ് രാജ്യത്തിലെത്തിയ ശേഷം ഒരു രാജകുമാരനെ എങ്ങനെ വരവേൽക്കുമോ അതുപോലെ തന്നെ ആ സേവകനെയും വരവേറ്റു. ലിയോണിന്റെ രാജകുമാരൻ ഞാനാണ്, രാജകുമാരൻ സ്റ്റുവർട്ട്. ഇവിടെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ സേവകൻ. ഞാൻ കൊച്ചു പ്രായത്തിലായിരിക്കുമ്പോൾ താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ മകൻ എൻ്റെ അനുജത്തിയും വിവാഹം കഴിക്കും. താങ്കൾക്കത് ഓർമ്മയുണ്ടോ? നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അതൊക്കെ നാം എങ്ങനെ മറക്കാനാണ്? നിന്റെ പിതാവ് നമ്മുടെ ഒരു നല്ല സുഹൃത്താണ്. വിവാഹത്തിന് ഞാൻ ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്യാം. ജോത്സ്യനെ ഒന്ന് കണ്ട് നല്ല ദിവസം വിവാഹം നടത്താം. നന്നായി പ്രഭു. വിവാഹത്തിന് മുൻപ് നമ്മോടൊപ്പം വന്നിരിക്കുന്ന ഈ സേവകനെ കുറിച്ച് നാം സംസാരിച്ചേ പറ്റൂ. പറയൂ പ്രഭു. ഇവനെ കാണാൻ നല്ലവനായി തോന്നിയാലും ഇവൻ നമ്മുടെ വസ്ത്രം മോഷ്ടിക്കാൻ ശ്രമിച്ചു.
എന്തുകൊണ്ടെന്നാൽ രാജകുമാരനായി വേഷമിട്ട് താങ്കളുടെ മകളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, ഇവനെ തുറുങ്കലിൽ അടയ്ക്കൂ. വീരന്മാരെ, അവനെ കൊണ്ടുപോയി തുറുങ്കലിൽ അടയ്ക്കൂ. എന്നാൽ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം കള്ളമാണ്. പാവം രാജകുമാരൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേ പോയി. ഇങ്ങനെ ആ സേവകൻ യഥാർത്ഥ രാജകുമാരനെ ഒരു തുറുങ്കലിലും അടച്ചിട്ടു. ആ തുറുങ്കലിൽ രാജകുമാരൻ ദിവസവും തുറന്ന ആകാശത്തെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും കരയുമായിരുന്നു. അച്ഛാ, ഈ സേവകൻ എന്നെ വഞ്ചിച്ചു. താങ്കൾ എന്നെ വന്ന് രക്ഷിക്കൂ. ദൈവം ഉറപ്പായും സഹായിക്കും. തുറുങ്കലിൽ രാജകുമാരന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരാൾ എപ്പോഴും വരുമായിരുന്നു. എന്താ മോനെ, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. ആ സേവകൻ എന്നെ വഞ്ചിച്ചതാണ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ രാജാവിനോട് അത് തെളിയിക്കണം. നീയാണ് രാജകുമാരനെന്ന്. മറ്റൊരു വശത്ത് മഹാമന്ത്രി കൊടുത്ത ആ മാന്ത്രിക കമ്പ് ഒരു വിറക് വെട്ടിക്കും കിട്ടി. അപ്പോൾ ആ വിറക് വെട്ടി മറ്റു വിറകുകളോടൊപ്പം ആ മാന്ത്രിക കമ്പും വേറെ ഒരാൾക്കും വിറ്റു. ആ വിറകുകൾ ഒരു കച്ചവടക്കാരന്റെ വീട്ടിലും എത്തിച്ചേർന്നു. ആ കച്ചവടക്കാരന്റെ വീട്ടിൽ ദിവസവും അടുപ്പിനുള്ളിൽ വിറക് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. കച്ചവടക്കാരന്റെ ഭാര്യ ആ മാന്ത്രിക കമ്പിന്റെ കഷ്ണങ്ങൾ അടുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ പോയപ്പോൾ ആ വിറക് കഷ്ണങ്ങളിൽ നിന്നും പെട്ടെന്നൊരു വെളിച്ചം വന്നു. ഇതാ നോക്കൂ, ഈ വിറക് കഷ്ണങ്ങളിൽ നിന്ന് എന്തോ വെട്ടം വരുന്നു. ഇത് രണ്ടും വിറകാണെന്ന് തോന്നുന്നു. എന്നാൽ അതിലൊന്നിൽ മാന്ത്രികമുണ്ട്. ഞാൻ ഗ്രാമത്തിലെ മന്ത്രവാദിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. അദ്ദേഹം നമ്മളെ സഹായിക്കും. കച്ചവടക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി. പിന്നെ ആ വിറക് കഷ്ണങ്ങൾ മന്ത്രവാദിയെയും കാണിച്ചു. ആ, ഇത് മാന്ത്രിക വിറകാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇത് മാർക്കസ് രാജ്യത്തിന്റെ മന്ത്രിക്ക് ഞാൻ കൊടുത്തതാണ്. ഒടിഞ്ഞുപോയ ഇതിനെ ഒത്തൊരുമിപ്പിച്ച് ഞാൻ ശരിയാക്കണം. അതിനുശേഷം ഇത് എല്ലാം തന്നെ പറഞ്ഞു തരും. അയ്യോ, ഇത് എങ്ങനെ ഒത്തൊരുമിപ്പിക്കും? അതിന് എന്റെ ഭാര്യ ബെനിഷയുടെ അടുത്തേക്ക് പോകണം. ഇവിടെ നിന്നും 100 മൈൽ ദൂരത്തിലുള്ള കാട്ടിലവളുണ്ട്. അതെയോ? താങ്കളുടെ ഭാര്യ എന്താ താങ്കളുടെ ഒപ്പം ഇല്ലാത്തത്? ഞങ്ങൾക്ക് ഡിവോഴ്സായി. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടും. മന്ത്രവാദി സഞ്ചരിക്കാൻ തുടങ്ങി. എന്നാൽ ആ യാത്ര സുഖകരമല്ലായിരുന്നു. ആ വഴിയിൽ ഭൂതങ്ങളുടെ 12 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂതങ്ങൾ എല്ലാവരോടും ഒരു കടങ്കഥ ചോദിക്കുമായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും തെറ്റായ മറുപടി കൊടുത്താൽ അവർ കഴുത്തു വെട്ടിക്കൊല്ലും. മന്ത്രവാദി ഭൂതങ്ങളുടെ ആദ്യത്തെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നിൽക്ക്, നീ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം. എന്നാലേ മുൻപിൽ പോകാൻ പറ്റൂ. ചോദിക്കൂ. അത് ആരാണ്? എപ്പോഴും വെട്ടിക്കൊണ്ടേയിരിക്കും. വെട്ടുന്നതിന് മുൻപ് കല്ല് നക്കിയിട്ടേ വരൂ. എപ്പോഴും വെട്ടിക്കൊണ്ടേയിരിക്കും, കല്ലിൽ നക്കിയിട്ട് വരുമെന്നോ? അതിന്റെ ശരി ഉത്തരം കത്തി കൊണ്ട് എപ്പോഴും വെട്ടാം. അതിനു മുൻപ് അത് കല്ലിൽ മൂർച്ച പിടിപ്പിക്കും. അത് നക്കുന്നത് പോലെയാണ്. ഇങ്ങനെ ആ ബുദ്ധിശാലി മന്ത്രവാദി എല്ലാ കടങ്കഥകൾക്കും ശരിയായ മറുപടി കൊടുത്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ തന്റെ ഭാര്യയുടെ വീട്ടിലേക്കും എത്തിച്ചേർന്നു. ബെനിഷ, ഇത് ഒത്തൊരുമിപ്പിക്കാൻ പറ്റുമോ? മന്ത്രവാദിയുടെ ഭാര്യ ഒരു മാന്ത്രികത്തിലൂടെ ആ കമ്പ് ഒട്ടിച്ചേർത്തു. ആ കൊമ്പ് കറങ്ങാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു മാന്ത്രിക വട്ടവും വന്നു. ആ മാന്ത്രിക വട്ടം രാജകുമാരൻ സ്റ്റുവേർട്ടിന് സംഭവിച്ചതെല്ലാം കാണിച്ചു. നമുക്ക് നമ്മുടെ രാജകുമാരിയെ രക്ഷിക്കണം. മന്ത്രവാദി ഒരുപാട് സമയം യാത്ര ചെയ്ത് ലിയോണസ് രാജ്യത്തിൽ എത്തിച്ചേർന്നു. പിന്നെ ആ രാജാവിന് മാന്ത്രിക വട്ടത്തിലുള്ള എല്ലാം കാണിച്ചു. അങ്ങനെയാണോ? ഇതാണോ കാര്യം? ആ സേവകൻ അവന്റെ ബുദ്ധിശക്തി കൊണ്ട് രാജകുമാരനെ തുറങ്കലിൽ അടച്ചു. നമ്മുടെ പുത്രിയെ അവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. രാജാവ് ആ സേവകന് ജീവപര്യന്തം ശിക്ഷയും കൊടുത്തു. പിന്നെ യഥാർത്ഥ രാജകുമാരനുമായി തന്റെ മകളെ വളരെ ആർഭാടത്തോടെ വിവാഹവും കഴിപ്പിച്ചു.